ഒടുവിൽ കിരീടവും ചെങ്കോലും അഴിച്ചു വച്ചുകൊണ്ട് പ്രേക്ഷകരോടൊപ്പം നിൽക്കാൻ മോഹൻലാൽ തീരുമാനിച്ചിരിക്കുകയാണ്. ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് മലയാളത്തിന്റെ താരരാജാവ് രംഗത്ത് വരികയാണ്. മോഹൻലാൽ ഇട്ട പോസ്റ്റ് ഇങ്ങനെയാണ്: ലൂസിഫർ ഫ്രാഞ്ചൈസിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു. ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. ഒപ്പം അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 4 പതിറ്റാണ്ട് നിങ്ങളിലൊരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത്. നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി. അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹപൂർവ്വം മോഹൻലാൽ. ഇങ്ങനെയാണ് അദ്ദേഹം പോസ്റ്റ് പങ്കുവച്ചത്. പക്ഷെ ലാലേട്ട, ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്, എമ്പുരാന്റെ പ്രിവ്യൂ ഷോ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് മേജർ രവി ഉൾപ്പെടെ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ പല പ്രൊമോഷനുകളിലും ലാലേട്ടൻ തന്നെ പറയുന്നു, ഞാൻ ആ സിനിമ കണ്ടു, ഗംഭീര മേക്കിംഗ് ആണെന്ന്. അങ്ങനെയാണ് എങ്കിൽ മോഹൻലാൽ അറിയാതെയാണോ ഇതിലെ ഓരോ രംഗങ്ങളും പുറത്തു വന്നിട്ടുള്ളത്? അങ്ങനെയാണ് എങ്കിൽ മോഹൻലാൽ അറിയാതെയാണോ ഇതിലെ ഓരോ കാര്യങ്ങളും പുറത്തു വന്നിട്ടുള്ളത്? എന്താണ് ഇതിൽ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ മോഹൻലാലിന് ചതി പറ്റിയതാണോ, അതോ മോഹൻലാൽ അറിഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ചതിച്ചതാണോ? ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട മോഹൻലാൽ ഇട്ട പോസ്റ്റിന് താഴെ വന്ന കമൻറ്റുകളാണ് സത്യത്തിൽ നമുക്ക് ഒരുപാട് എന്താ പറയുക, മോഹൻലാലിനെ ഇത്ര പെട്ടെന്ന് പ്രേക്ഷകർ വെറുത്തോ എന്ന് തോന്നിപ്പോകുന്നത്. അതിൽ കമൻറ്റുകൾ ഇങ്ങനെയാണ്. ഒരു മുഹമ്മദ് അബ്ദുൽ കലാം ഇട്ടേക്കുന്നത്, ആർക്ക് മനോവിഷമം? നവാസ് എന്ന് പറയുന്ന ഒരാൾ ഇട്ടിരിക്കുന്ന, ആരെയാണ് നിങ്ങൾ ഭയക്കുന്നത്? സത്യത്തിൽ ഈ മാപ്പ് പറച്ചിലൂടെ എന്തോരം പരാജയമാണ് ലാലേട്ട താങ്കൾ. പ്രിയപ്പെട്ടവർക്കുണ്ടായ മാനസിക വിഷമം എന്നുള്ളത് സംഘികൾക്കുണ്ടായ വെപ്രാളം എന്ന് തിരുത്തിയാൽ നന്നായിരുന്നു. സവർക്കർ ധാരാളം മാപ്പെഴുതിയ ആളാണ്. പാരമ്പര്യം കാത്തല്ലോ, അത് മതി. ലാലേട്ട ലവ് യു എന്ന് പറയുന്നുണ്ട്. ചെപ്പ് ഗുരു ഒന്നും ഈ കാലത്തിറങ്ങാത്തത് നന്നായി. എൻ്റെ സുഹൃത്തെ, മലയാള സിനിമ ഒരു ചെറിയ ലോകമാണ്, ശരി തന്നെ. പക്ഷേ എത്ര ചെറിയ സിനിമാ ലോകമാണെങ്കിലും മലയാള സിനിമയ്ക്കൊന്നുണ്ട്. എന്താണെന്നറിയാമോ? അന്തസ്. ചെറുതാണെങ്കിലും മലയാള സിനിമ പോലെ വ്യത്യസ്തമായ പ്രമേയങ്ങൾ കൈകാര്യം ചെയ്ത ഒരു ഇൻഡസ്ട്രി വേറെ ഉണ്ടോ? ലോക സിനിമാ തറവാടിൻ്റെ പൂമുഖത്ത് ചാരി കസേരയിട്ടിരിക്കാൻ യോഗ്യതയുള്ള ഒരു അന്തസ് മലയാള ഉണ്ടായിരുന്നു. പൃഥ്വിരാജിനെ പോലെ കുറെ നെപ്പോ ഐറ്റങ്ങൾ വന്നതിന് ശേഷമാണ് ഇതിന് മാറ്റം കണ്ടു തുടങ്ങിയത്. മലയാള സിനിമാ പ്രേക്ഷകരെ ഗിമിക് സിനിമയുടെ വക്താക്കളാക്കിയേ അടങ്ങൂ എന്ന് ശബ്ദം ചെയ്ത പോലെയാണ് പൃഥ്വിരാജിൻ്റെ മനസ്സ്. അയാൾക്ക് അയാളുടെ ടാലൻ്റ് അനുസരിച്ച് അത്തരം സിനിമകൾ മാത്രമേ സാധിക്കൂ. അതിന് ചേരുന്ന രീതിയിൽ നിലമൊരുക്കാനായാണ് അയാൾ മലയാള സിനിമയെ അടിമുടി മാറ്റി മൂന്നാംകിട ഗിമിക് സിനിമകളുടെ ഒരു ഇൻഡസ്ട്രിയാക്കി മാറ്റാൻ പാടുപെടുന്നത്. ഷാജി കൈലാസ്, രഞ്ജിത്ത് ടീമിൻ്റെതൊക്കെ പണ്ടെങ്ങോ നിലനിന്നിരുന്ന സിനിമകളായിരുന്നു മലയാളികളിൽ പണ്ട് മാസ് പടം എന്നൊക്കെയുള്ള ലേബലിൽ ആഘോഷിച്ചിരുന്നത്. പക്ഷേ അതൊക്കെ തന്നെ ക്ലാസും കൂടി കലർന്ന സമാന്തര ചിത്രങ്ങളായിരുന്നു എന്നതാണ് സത്യം. എന്നാൽ അത്തരം ചിത്രങ്ങളും മലയാളി പ്രേക്ഷകർ എന്നേ കൈവിട്ടിരുന്നു. എന്നാൽ പൂർവാധികം ശക്തിയോടെ അന്യം നിന്നുപോയ ആ വക ചിത്രങ്ങളെ കൂടുതൽ ഗിമിക് ചേരുവകളോടെ പുനഃസ്ഥാപിക്കാൻ പൃഥ്വിരാജ് നിരന്തരം കാലാകാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഈ നെപ്പോകളെ കൊണ്ട് മലയാള സിനിമയ്ക്കുണ്ടായ ഗുണം. തെലുങ്കിന് സമാനമായ പരിമിതമായ ആസ്വാദന ശൈലിക്കുള്ള പ്രേക്ഷകരെ വാർത്തെടുക്കുകയാണ് ഇയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അയാൾ വിജയിക്കുന്നുമുണ്ട്. അയാൾ സംവിധാനിച്ച ചിത്രങ്ങൾ തന്നെ ഉദാഹരണം. അല്ലെങ്കിൽ തന്നെ ഒരു മുഖ്യധാര നടൻ സംവിധാനമാകുമ്പോൾ ചെയ്യേണ്ട ചിത്രം ഇത്തരത്തിലുള്ളതാണോ? ഇതൊക്കെ ചെയ്യാൻ എത്രയോ പേരുണ്ട്. അമീർ ഖാൻ, കമൽഹാസൻ തുടങ്ങിയവരൊക്കെ സംവിധായകർ കൂടിയാണ്. അവർ ചെയ്ത ചിത്രങ്ങൾ നോക്കൂ. അതിൽ തന്നെ കമൽഹാസൻ ചെയ്ത ഹേറാമിൻ്റെ ഇതിവൃത്തം കണ്ടില്ലേ? ആരെയും നോവിക്കാതെ എത്ര മനോഹരമായി അദ്ദേഹം അത് കൈകാര്യം ചെയ്തു. ഇതുപോലെ വിശ്വരൂപമൊക്കെ യഥാർത്ഥ ഇന്റർനാഷണൽ സ്റ്റാഫ് തെന്നിന്ത്യയിൽ നിന്നുണ്ടായിട്ടുള്ള എല്ലാ അർത്ഥത്തിലും, അല്ലാതെ എമ്പുരാൻ പോലെയുള്ള ഊളത്തരത്തിനല്ല അതിന് യോഗ്യത. അന്നൊക്കെ സോഷ്യൽ മീഡിയ ഇന്നത്തെ പോലെ ആക്റ്റീവായിരുന്നെങ്കിൽ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടേനെ. ഇത് തനി മലയാളി എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ നിന്ന് വന്നിരിക്കുന്നതാണ്.
ഇങ്ങനെ ഒരുപാട് കമൻറ്റുകൾ. സത്യം പറഞ്ഞ സിനിമ ഒരുപാട് മനുഷ്യർക്ക് പേടിയുണ്ടാക്കി. ആ മനുഷ്യൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു. സിനിമാക്കാർ എല്ലാവരും സിനിമ എന്ന കലയുടെ കൂടെ നിൽക്കേണ്ട സമയത്ത് പ്രധാന നടൻ മാപ്പ് പറയുന്നു. 100 കോടി ഉണ്ടാക്കുന്നതിലല്ല നിവർന്നു നിൽക്കാൻ കഴിയുക എന്നതാണ് വലുത്. മോഹൻലാലിൻ്റെ ഈ ഒരു മാപ്പ് പറച്ചിൽ അത് സത്യത്തിൽ എല്ലാവരെയും വലിയ രീതിയിൽ ഇപ്പോഴെങ്കിലും ഇതിന് തോന്നിയല്ലോ എന്നുള്ളതാണ്. മറ്റൊരാൾ ഇട്ടേക്കുന്നൊരു എന്താ പറയുക, ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: താടിക്കാരൻ വില്ലനായാൽ അത് ജിയുടെ മുഖച്ഛായ ഉണ്ടെന്ന് പറഞ്ഞ് മിത്രങ്ങൾ കരഞ്ഞു നാറ്റിച്ചു എന്നാ കേട്ടെ. 17 വെട്ടുവെട്ടിയ ചരിത്രം ഇനി എമ്പുരാൻ സിനിമയ്ക്കിരിക്കട്ടെ. പക്ഷെ ഒരു കാര്യം, എപ്പോൾ ക്രിസ്സംഗികൾ മോങ്ങാൻ തുടങ്ങി അതെന്തിനാണെന്ന് മനസ്സിലായില്ല. ഇപ്പോൾ ക്രിസ്സംഗികൾ മോങ്ങാൻ തുടങ്ങി എന്തിനാണെന്ന് മനസ്സിലായി. വിമർശകരും ഒപ്പം നിൽക്കുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷേ ലാലേട്ട, നിങ്ങൾ ഓരോ മലയാളികളുടെ മനസ്സിലെയും സ്വകാര്യ അഹങ്കാരമാണ്. എത്ര കണ്ടാലും ആനയും കടലും മോഹൻലാലും, എത്ര കണ്ടാലും മലയാളികൾക്ക് എന്താ പറയുക, മതി വരാത്ത ഒരു കാര്യമാണ്. നിങ്ങളോടൊപ്പം നിൽക്കണമെന്നും നിങ്ങളെ കാണണമെന്നും നിങ്ങളോടൊപ്പം ഫോട്ടോ എടുക്കണമെന്നും നിങ്ങളുടെ ഓരോ സിനിമകൾ ആസ്വദിക്കണമെന്നും നിങ്ങളെ ജീവന് തുല്യമായി സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന നിങ്ങളുടെ കിരീടം സിനിമ കാണുമ്പോൾ ചെങ്കോൽ സിനിമ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം അത് കാണാത്തത് അതിൽ നിങ്ങൾ മരിക്കുമെന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ മരണം പോലും കാണാൻ കഴിയാത്ത നിരവധി ആളുകളുണ്ട് ഇപ്പോഴും. നിങ്ങളൊരു സിനിമയിൽ നിറഞ്ഞാടുമ്പോൾ ആ സിനിമയ്ക്ക് പണം വാങ്ങിയിട്ടാണ് മോഹൻലാൽ അതിൽ അഭിനയിക്കുന്നതെന്ന് പോലും മറന്നുകൊണ്ട്, അത് ഞങ്ങളുടെ ലാലേട്ടനാണ് ആ സിനിമയിൽ അഭിനയിക്കുന്നത്, ഞങ്ങളുടെ ലാലേട്ടൻ എന്ന് നെഞ്ചിൽ കൈവച്ചൊരായിരങ്ങൾ 10,000 പറയും. പല നാട്ടിൽ ചെല്ലുമ്പോഴും മോഹൻലാലിൻ്റെ നാട്ടിൽ നിന്നാണോ എന്ന് ചോദിക്കുമ്പോൾ അഭിമാനത്തോടെ ഓരോ മലയാളിയും പറയാറുണ്ട്, അതെ, ഞങ്ങളുടെ സ്വന്തം ലാലേട്ടൻ്റെ നാട്ടിൽ നിന്നാണ് ഞങ്ങൾ വരുന്നതെന്ന്. അത്രത്തോളം അഭിമാനമാണ് നിങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ അഭിമാനം തീർന്നു എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. പക്ഷേ മോഹൻലാലിന് ചതി പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു ഖേദപ്രകടനത്തിലൂടെ അല്ല മോഹൻലാൽ തീർക്കേണ്ടത്. മറിച്ച് മോഹൻലാൽ ചതി പറ്റിയിട്ടുണ്ടെങ്കിൽ, മോഹൻലാൽ അറിയാതെയാണ് ആ ചതി പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾ ആ സത്യം മറ്റുള്ളവരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയങ്ങൾക്ക് വേണ്ടി കുട പിടിക്കാനായി നിൽക്കരുത്. മോഹൻലാലിൻ്റെ ഒരു ഖേദപ്രകടനം ജനങ്ങൾ സ്വീകരിക്കും, നിങ്ങളെ സ്നേഹിക്കുന്നവർ സ്വീകരിക്കും. കാരണം നിങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മറ്റാരെക്കാളിലും വലുതാണെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെയുണ്ട്. നിങ്ങളെ ജീവനപ്പുറം സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. നോട്ടത്തിലും നടത്തത്തിലും ചിരിയിലും ഒക്കെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോട് കൂടി കാണിക്കുന്ന ഒരു എന്താ പറയുക, ഒരു മോഹൻലാൽ എന്ന് പറയുന്ന അതുല്യ പ്രതിഭയുടെ ഒരു മറുപടി കൂടിയാകണം. ഈ മാപ്പ് കൊണ്ടൊന്നും തീരുന്നില്ല ലാലേട്ടൻ തുറന്ന് പറയണം ലാലേട്ടൻ ചതിക്കപ്പെട്ടോ എന്നുള്ളത്.